ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നതും. അപ്പം ഞാൻ രാവിലെ എഴുന്നേച്ചു. അപ്പം താഴെപ്പോയിട്ട് ഞാൻ ചായയും അതുപോലെ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടെല്ലാം ഉണ്ട്. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം, താഴേക്ക് പോകണം, കുറച്ച് അലർച്ചിലറ പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ മുകളിലേക്ക് വന്നിട്ട്, അപ്പോൾ മുകളിലേക്ക് വന്നപ്പോൾ മുകളിൽ റൂമത്തെ അവസ്ഥ ഒന്നും പറയേ വേണ്ട. അങ്ങനെ വേഗം അതൊക്കെ ഞാൻ വേഗം മടക്കി ഒതുക്കി വെച്ചു കേട്ടോ. എത്ര മടക്കി വെച്ചാലും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ആക്കിയിടും. എന്നാലും രാവിലെ എണീച്ചാൽ നമ്മൾ മടക്കിയിടണമല്ലോ. അപ്പോൾ അങ്ങനെ വേഗം എല്ലാം ഒന്ന് വിരിപ്പും പുതപ്പൊക്കെ നമ്മൾ നേരെ മണ്ണാക്കിയതിന് ശേഷം ഞാൻ നേരെ താഴോട്ടേക്ക് പോയിട്ടോ. ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെയാവും. പുറത്താണെങ്കിൽ നല്ല മഴയാന്ന് വെച്ചാൽ നല്ല മഴയാണെന്നുണ്ടായിന്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, എന്നിട്ടേ ഉണ്ടായിട്ടില്ല. നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിന്. കുറച്ച് സമയം മഴയെല്ലാം ആസ്വദിച്ചതിന് ശേഷം നേരെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടാ. കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ തണുത്ത് വറക്കുന്നുണ്ടായി, നല്ല തണുപ്പും ഉണ്ടായിന് വെള്ളത്തിനൊക്കെ. പിന്നെ കുറച്ച് സമയം പുറത്തെല്ലാം പോയി നോക്കുമ്പോഴൊക്കെ മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിന്. മഴയെല്ലാം പോയിട്ട് ചെറുങ്ങനെ ആച്ച് വരുന്നുണ്ടായിട്ടാ. അപ്പം മുടിയൊക്കെ ഒന്ന് വേഗം ഉണക്കി കെട്ടിയിട്ട് നമ്മൾ നേരെ താഴേക്ക് പോയിട്ടാ. അപ്പം പിന്നെ നേരെ ചായ കുടിക്കാനാണ് കേട്ടോ പോയിന്. അപ്പം നല്ല വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയും ചായയും ഒക്കെ എന്നിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് നല്ല മഴയാണ് കേട്ടാ. നമുക്ക് ഒരു ചെറിയൊരാച്ച് കിട്ടിയപ്പോൾ നമ്മ വണ്ടിയെടുത്ത് ഇറങ്ങിയതാണ്. ഉണ്ടോസിന്റെ മുടിയൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോസ് മുമ്പിലുണ്ട്. ഉണ്ടോസേ ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. മഴയുടെ ഒരു സ്ഥലത്ത് കയറിയുന്നതാണ്. ഒരാളെ കണ്ടോ? അങ്ങനെ ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്ലാത്രയിലെ വിജീസ് ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ പോയിരുന്നിട്ട്. നമ്മൾ ഡെയിലി ഇവിടുന്ന് തന്നെയാണ് ഉണ്ടോസിൻ്റെ മുടി മുറിക്കാറ്. അപ്പം നല്ലോണം മുടി വളർന്നു. അപ്പം ആണെങ്കിൽ ജലദോഷവും പനിയും ഒക്കെ ആയിട്ടും ഉണ്ടായിന്. അപ്പം നമ്മൾ വിചാരിച്ച് മുറിച്ച് കളയാന്ന്. ഓക്കും അത് ഭയങ്കര അസ്വസ്ഥത കേടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് മുറിച്ച് കളയാം, മുറിക്കണ്ടെന്നാണ് വിചാരിച്ചത്, വളർത്താന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓക്കതൊരു അസ്വസ്ഥത കേട് പോലെ കണ്ടതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മുറിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ചു. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഷോയിലാക്കുന്നുണ്ട്, മിറർ സെൽഫിയൊക്കെ എടുത്ത്. അപ്പോൾ കുറേ സമയം അവിടെ അനങ്ങാണ്ട് നിന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ ചെറിയ സങ്കടമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ് മുടിയൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയി. ആദ്യമൊക്കെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആൾ ഓക്കെ ആയിട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മുടി മുറിച്ചിട്ട് ഇറങ്ങിയിട്ട് കുറച്ചെത്തുമ്പോൾ തന്നെ മഴ പെയ്തു. നമുക്ക് എവിടെയും കയറി നിൽക്കാൻ പറ്റിയില്ല, മൊത്തം നനഞ്ഞു. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണാവേ. നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് കുറച്ചെത്തുമ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിട്ട്. അപ്പോൾ എവിടെയും കയറി നിൽക്കാനൊരു സ്ഥലം പോലും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം രണ്ടും കൽപ്പിച്ചിട്ട് ആ മഴയെ തന്നെ വന്നു. അപ്പം ഞാൻ വീട്ടിലെത്തിയ പാടെ ഒരു പഴം കഴിച്ചു കേട്ടോ. പിന്നെ ഉണ്ടോസിനും ഫുഡൊക്കെ കൊടുത്തിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് വെക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തിയ പാടെ ഉണ്ടോസിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഉണ്ടോസിന് ഫുഡും കൊടുത്തു. പിന്നെ ഉണ്ടോസ് ഒറ്റക്ക് കളിയെല്ലാമായിട്ട് ആ ബാഗെല്ലാം എടുത്ത് ഫോണെല്ലാം എടുത്തിട്ട് ഒറ്റക്ക് തന്നെ കളിക്കുകയെല്ലാം ചെയ്യും. ചിലപ്പോൾ നമ്മൾ കൂടേണ്ടിയെല്ലാം വരും കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇന്നൊരു ചെറിയ കുശുമ്പെല്ലാം ഉണ്ട്, അതാ ഇങ്ങനെ ഒരു മൈൻഡ് ആക്കാണ്ട് നിൽക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോയെന്നല്ലേ? ഓക്കെ, ഉറങ്ങിയിട്ട് വരെ പറ. ഓക്കെ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചതാണ്. സത്യം പറയാൻ നല്ല നല്ല മഴയാണ് ഗൈസ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ഹായ് പറ. നല്ല മഴയാണ് ഗൈസ്, പുറത്തേക്ക് പോരാ മുതല് നിർത്താണ്ട് പെയ്ത മഴയാണ്. കുറേ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല, പറ്റുന്നതൊക്കെ എടുത്തിട്ട് ആഡ് ആക്കിയിട്ടുണ്ട് ഇതിൽ. അപ്പം ചായ കുടിയും ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഇനിയിപ്പം ഞാൻ നേരെ കുളിക്കട്ടെ, കുളിച്ചിട്ട് വിളക്കെത്തിക്കണം. അല്ല ചിലർ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം വിളിച്ചിട്ട് വരാം.